Hello everyone, welcome to Crack with Jack Malayalam channel. This is Deepthi, your reasoning trainer. So today's motivational quote is, the struggle you are in today is developing the strength you need for tomorrow. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും. പക്ഷെ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു നമ്മൾ അത്രത്തോളം എന്തായിട്ട് മാറുകയാണ്, സ്ട്രോങ്ങർ ആയിട്ട് മാറുകയാണ്. ഓക്കെ, സോ ആൽഫ ന്യൂമറിക് സീരീസിലെ തന്നെ ഒരു ടോപ്പിക് ആണെന്ന് വേണമെങ്കിൽ പറയാം, ദാറ്റ് ഇസ് ആൽഫബറ്റ് സീക്വൻസ്. ആൽഫ ന്യൂമറിക് സീരീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ബിക്കോസ് നമ്മൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് കൂടുതലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് ഇങ്ങനെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ടാവും, ടാപ്പ്, നോട്ട്, പക്ഷെ മീനിങ് ഫുൾ വേർഡ്സ് ആയിരിക്കില്ല. MAT, PQR, STB എന്ന് തുടങ്ങുന്ന കുറേ വേർഡ്സ് തന്നിട്ട് എന്നിട്ട് ഇതിന് കുറേ സബ് ക്വസ്റ്റ്യൻസ് 3 to 5 സബ് ക്വസ്റ്റ്യൻസ് വരുന്ന മോഡൽ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോഡൽ. ഓക്കെ, കൂടുതലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ അടുത്ത് നടന്നിട്ടുള്ള എക്സാംസിനൊക്കെ കൂടുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് ഇതെങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇഫ് ദ ഗിവൺ വേർഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ആസ് ദ അപ്പിയർ ഇൻ എ ഡിക്ഷണറി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി സെക്കൻഡ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ്? ഓക്കെ, നമുക്ക് എന്താണ് ഒരു ഡിക്ഷണറിയിൽ എങ്ങനെയാണ് വേർഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം സ്റ്റാർട്ടിങ് എപ്പോഴും എന്തായിരിക്കും, എ എന്ന് തുടങ്ങുന്ന വേർഡ്സ് ആയിരിക്കും ഡിക്ഷണറിയിൽ, അല്ലേ? പിന്നെ ബി, അല്ലേ? അല്ലെങ്കിൽ എ കഴിഞ്ഞിട്ട് എ വെച്ചിട്ടൊരു വേർഡ് ഉണ്ടെങ്കിൽ അത് വരും. അല്ലെങ്കിൽ ഇനി അതില്ലെങ്കിൽ എ എന്ന് തുടങ്ങുന്ന വേർഡ്സ് സ്റ്റാർട്ടിങ്ങിൽ വരും. പിന്നെ വരുന്നത് ബി എന്ന് തുടങ്ങുന്ന വേർഡ്സ് ആയിരിക്കും. പക്ഷെ ബി പിന്നെ ഏതാ വരിക? BA ആണ് വരിക, അല്ലേ? പിന്നെ എന്താണ് വരിക? B. ഇങ്ങനെയാണ് ഡിക്ഷണറിയിൽ വേർഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലേ? അതായത് A to Z ആയിരിക്കും എപ്പോഴും ഡിക്ഷണറിയിൽ വേർഡ്സ് അറേഞ്ച് ചെയ്യുന്നത്. അതിനകത്ത് എപ്പോഴും ഇവിടെ കണ്ടോ AB, പിന്നെ എന്തായിരിക്കും C, ഇങ്ങനെ ടു Z വരെ. പക്ഷെ അതിൻ്റെ സെക്കൻഡ് ലെറ്ററും തേർഡ് ലെറ്ററും ഒക്കെ എന്തായിരിക്കും? ആൽഫബറ്റിക്കൽ ഓർഡേഴ്സ് ആയിരിക്കും. ലൈക്ക് ആദ്യം BA തുടങ്ങിയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും സ്റ്റാർട്ടിങ് കുറേ വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് BA കഴിഞ്ഞ് BB തുടങ്ങുന്ന വേർഡ്സ് ആയിരിക്കും വരുന്നത്. അപ്പം അതുപോലെ ഇവിടെ എത്ര വേർഡ്സ് തന്നിട്ടുണ്ട്? 1 2 3 4 5 വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിനെ പൊതുവെ നമ്മൾ എങ്ങനെയാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഓരോ വേർഡ്സിനെയും അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇഫ് ദ ഗിവൺ വേർഡ്സ് ആണ് അറേഞ്ച് ചെയ്യുന്നത്, ഗിവൺ ലെറ്റേഴ്സ് അല്ല, ഗിവൺ വേർഡ്സ് ആർ അറേഞ്ച്ഡ്. അതായത് ഇതിൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ T ആണ്, ഇതിൽ N ആണ്, ഇതിൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ M ആണ്, ഇതിൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ P ആണ്, ഇതിൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ S ആണ്. അപ്പോൾ ഏതാണ് നമ്മുടെ ഡിക്ഷണറി ഓർഡറിൽ നമ്മൾ ജസ്റ്റ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏതാ വരിക? സ്റ്റാർട്ടിംഗ് ഏതാ വരിക? M ആണ്. ബിക്കോസ് A ഇല്ല, B ഇല്ല, C ഇല്ല, അല്ലേ? പിന്നെ ഏതാ വരുന്നത്? M ആണ്. MAT. ഇതാണ് ഫസ്റ്റ് വേർഡ് വരിക. പിന്നെ ഏതാ വരിക? M കഴിഞ്ഞാൽ NOT. സോ M ഫസ്റ്റ്, പിന്നെ N, പിന്നെ ഏതാ? MNO ഉണ്ടോ? ഇല്ല. പിന്നെ വരുന്നത് PQR. O കഴിഞ്ഞാൽ പിന്നെ P അല്ലേ? PQR. പിന്നെ MNOP. Q ഉണ്ടോ? ഇല്ല. R ഉണ്ടോ? ഇല്ല. പിന്നെ STB. ദെൻ PQRST. TAP. അപ്പം ഇതാണ് ആൽഫബറ്റിക്കൽ ഓർഡർ. ഓക്കെ, ഇങ്ങനെയാണ് ആൽഫബറ്റിക്കൽ ഓർഡർ ഫ്രം. ഇതിപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, ദിസ് ഇസ് ലെഫ്റ്റ് ആൻഡ് ദിസ് ഇസ് ടു റൈറ്റ്. ദാറ്റ് ഇസ് ലെഫ്റ്റ് ടു റൈറ്റിന് ഒരു അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് ടു റൈറ്റിന് അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഇത് അസെൻഡിങ് ഓർഡർ വരിക? നമുക്കറിയാം ഇപ്പം A to Z ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? അസെൻഡിങ് ഓർഡർ ആണ്. കാരണം A1 ആണ്, B2 ആണ്, C3 ആണ്. അപ്പോൾ ഇതെന്താണ്? അസെൻഡിങ് ഓർഡർ ആണ് ടിൽ 26, അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് Z to എന്താക്കാം? Z to A എന്താവാം? ഡിസെൻഡിങ് ഓർഡർ ആണ്. അപ്പോൾ ഇതിൽ അസെൻഡിങ് ഓർഡർ ആണ്. കാരണം ഇപ്പോൾ M13 ആണെങ്കിൽ N എത്രയായിരിക്കും? 14 ആണ്, അല്ലേ? M13 ആണെങ്കിൽ N 14 ആണ്. അപ്പം അങ്ങനെ ഇതിപ്പോൾ എന്താണ്? അസെൻഡിങ് ഓർഡർ, ചെറുതെന്ന് വലുതിലോട്ടാണ് പോകുന്നത്, ഇൻക്രീസിങ് ഓർഡറിലാണ്. ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ ഗിവൺ വേർഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ആസ് ദ അപ്പിയർ ഇൻ എ ഡിക്ഷണറി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇതാണ് ശ്രദ്ധിക്കുന്നത്, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇപ്പം നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് നമ്മളിപ്പം അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്ഷണറി ഓർഡറിൽ. ഡിക്ഷണറി ഓർഡർ അങ്ങനെയല്ലേ, ചെറുതെന്ന് വലുതോട്ടിലേക്കല്ലേ, എന്ന് സെറ്റിലോട്ടേക്കല്ലേ ഡിക്ഷണറിയിൽ. സോ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് നമ്മളിപ്പം എന്ത് ചെയ്തത്? ഡിക്ഷണറിയിൽ അപ്പിയർ ചെയ്യുന്ന പോലെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്.
അപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടത്? ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ റൈറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ ഇതിന് പകരം ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഫസ്റ്റ് ഏതാ വരിക? എം എന്ന് തുടങ്ങുന്ന ആ വേർഡ് മാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഏത് വരും? എൻ എന്ന് തുടങ്ങുന്നത് നോട്ട്. ഓക്കെ, സോ ഫസ്റ്റ് എം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ എൻ. അതായത് ഏത് ഓർഡറിലാണ്? ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, ഇപ്പം നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുകയാണെങ്കിൽ അത് ഡിസെൻഡിങ് ഓർഡർ, വലുതെന്ന് ചെറുതിലോട്ടായിരിക്കും. കാരണം എം ഇപ്പോൾ 13, ഇത് 14, ഇങ്ങനെ 14, 13 അങ്ങനെ ഡിസെൻഡിങ് ഓർഡർ ആണ് വരിക. ഓക്കെ, പിന്നെ എം എൻ ഒ, പിന്നെ ഇവിടെ ഈ പൊസിഷനിൽ ഏതാ വരിക? പി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വരും, പി ക്യു ആർ വരും. ഓക്കെ, പിന്നെ ഇവിടെ ഏത് വരും? എസ് ടി ബി വരും. പിന്നെ ഇവിടെ ഏത് വരും? ടി എ പി. അതായത് ഇപ്പം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? റൈറ്റ് ലെഫ്റ്റിലോട്ട് എം എൻ, പിന്നെ ഒ ഇല്ല, പി ക്യു ആർ, പിന്നെ ഏതാ വരുന്നത്? എസ് ടി ബി, പിന്നെ എസ് കഴിഞ്ഞാൽ പിന്നെ ടി ഇല്ലേ, ടാപ്പ്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി സെക്കൻഡ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ്? ഇതാണല്ലോ ലെഫ്റ്റ് എൻഡ് അല്ലേ? ഇതാണ് ലെഫ്റ്റ് ആൻഡ് ദിസ് ഇസ് റൈറ്റ്. അപ്പോൾ ഈ ലെഫ്റ്റ് എൻഡിന് സെക്കൻഡ് ഏതാണ്? ഫസ്റ്റ് ടാപ്പ് ആണ്. സെക്കൻഡ് ഏതാണ്? എസ് ടി ബി. ഏതാണ്? എസ് ടി ബി ഇസ് ദി ആൻസർ. ഇപ്പം ടി എ പി ഇപ്പം ഡിസെൻഡിങ് ഓർഡർ ആണ്. ടി എ പി ആണ് ഏറ്റവും ഹയസ്റ്റ് നമ്പർ ആയിട്ട് വരുന്നത്, ടി ആണ്. പിന്നെ എസ് ടി ബി, പിന്നെ ഏതാണ്? പി ക്യു ആർ, പിന്നെ എൻ ഒ ടി, പിന്നെ എം എ ടി. ഇപ്പം ഇതെന്താണ്? ഡിസെൻഡിങ് ഓർഡർ ആണ്. ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, ഡിസെൻഡിങ് ഓർഡർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റ് ഇതെന്താണ്? ഡിക്രീസിങ് ഓർഡർ ആണ് അല്ലേ? ഡിക്രീസിങ് ഓർഡർ ആണ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് ഡിക്ഷണറി ഓർഡർ റൈറ്റ് ടു ലെഫ്റ്റ്. ഇപ്പൊ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് നിങ്ങൾ നോക്കൂ. റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് ഇതിപ്പോൾ എന്താണ്? അസെൻഡിങ് ഓർഡർ ആണ് അല്ലേ? റൈറ്റ് ടു ലെഫ്റ്റ് അസെൻഡിങ് ഓർഡർ ആണ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഈ റൈറ്റ് നിന്ന്, ദാറ്റ് ഇസ് എസ് ടി ബിയുടെ ഈ സ്ഥാനത്ത്, ഇതാണല്ലോ റൈറ്റിൽ, റൈറ്റ് മോസ്റ്റ് വേർഡ് ഇതല്ലേ? അപ്പോൾ ഇതിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? ഇതിൽ ഏറ്റവും ചെറുത്, അതായത് എം ആണ്. നമ്മൾ ആൽഫബറ്റ്സ് നമ്മൾ എണ്ണി നോക്കണം. നമ്പർ അറിയില്ലെങ്കിലും നിങ്ങൾ ആൽഫബറ്റ്സ് പറഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഏതാണ്? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം. ഈ വേർഡ്സിൽ വെച്ചിട്ട് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് എം ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ തുടങ്ങുന്ന വേർഡ് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ടി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് എന്ത് ചെയ്യുക? ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിങ്ങൾ എഴുതിയിട്ട് പോകുമ്പോൾ നമ്മൾക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ സെക്കൻഡ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ്. ഇതാണല്ലോ ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റ് എൻഡ് ഇത് ഫസ്റ്റ് ആണ്, ഇതാണ് സെക്കൻഡ്. സെക്കൻഡ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ് ഏതാണ് എന്നാണ് ചോദിച്ചത്. സോ വാട്ട് ഇസ് ദ ആൻസർ? എസ് ടി ബി. Okay, next question. How many letters are there in the English alphabetical series between the second letter of the word which is second from the left end? അപ്പോൾ ഈ ഹൗ മെനി ലെറ്റേഴ്സ് എന്ന് പറയുന്നില്ലേ, ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മനസ്സിലാവണം ഇതെന്ത് ക്വസ്റ്റ്യൻ ആണെന്ന്. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എക്സാമിന് വായിക്കുമ്പോൾ ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് എന്തോ രണ്ട് ലെറ്റേഴ്സ് തമ്മിൽ ഇപ്പം രണ്ട് ലെറ്റേഴ്സ് തമ്മിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് മൈൻഡിൽ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ലെറ്റേഴ്സ് are there in the English alphabetical series between second letter of the word which is second from the left end? അതായത് ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. അപ്പോൾ ഈ ലെഫ്റ്റ് സെക്കൻഡ് വേർഡ്, സെക്കൻഡ് വിച്ച് ഇസ് സെക്കൻഡ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റ് എൻഡത്തെ സെക്കൻഡ് ഏതാണ്? നോട്ടാണ്. സെക്കൻഡ് ലെറ്റർ ഓഫ് ദ വേർഡ് വിച്ച് ഇസ് സെക്കൻഡ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ്. ദ വേർഡ് വിച്ച് ഇസ് സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ഏതാണ്? ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. നോട്ടാണ്. ആ നോട്ടിന്റെ സെക്കൻഡ് ലെറ്റർ അല്ലേ? സെക്കൻഡ് ലെറ്റർ ഏതാണ്? ഓ. സെക്കൻഡ് ലെറ്റർ ഏതാണ്? ഓ. And the third letter of the word which is second from the right end. Right end le second word ഏതാണ്? PQR. അതിലെ എത്രാമത്തെ ലെറ്റർ? തേർഡ് ലെറ്റർ, ദാറ്റ് ഇസ് R. അപ്പോൾ ഓയും ആറും തമ്മിൽ എത്ര വേർഡ്സ് ആണുള്ളത്? എത്ര വേർഡ്സ് ആണുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? PQ. രണ്ട് ലെറ്റേഴ്സ് അല്ലേ ഉള്ളൂ?
രണ്ട് ആൽഫബറ്റ്സ്. ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്? പിയും ക്യൂ മാത്രമേ ഉള്ളൂ അല്ലേ? ഓ കഴിഞ്ഞാൽ പി, ക്യൂ, ദെൻ ആർ. അപ്പോൾ ഓൻ്റെയും ആറിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഹൗ മെനി ലെറ്റേഴ്സ്? 2. ഓക്കെ, അപ്പോൾ ഈ ഹൗ മെനി ലെറ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, പിന്നെ പെട്ടെന്ന് ഇത് എന്ത് ചെയ്യണം, ഇത് നോക്കുക. ഹൗ മെനി ലെറ്റേഴ്സ് എന്ന് കാണുമ്പോൾ തന്നെ പിന്നെ പെട്ടെന്ന് ഇതിൽ ഏത് വേർഡ്സ് ആണ് പറയുന്നത് നോക്കുക. ഓക്കെ, ദ വേർഡ് വിച്ച് ഇസ് സെക്കൻഡ് ഫ്രം ദി ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് നിന്ന് സെക്കൻഡ് വേർഡിന്റെ സെക്കൻഡ് ലെറ്റർ. ഓക്കെ, നിങ്ങൾ പെന്നൊന്നും യൂസ് ചെയ്യേണ്ട, ഓ ആണ്. ഓക്കെ, ഓ ആണെന്ന് മനസ്സിൽ വിചാരിക്കാം. ഇനി നെക്സ്റ്റ് വൺ, തേർഡ് ലെറ്റർ ഓഫ് ദ വേർഡ് വിച്ച് ഇസ് സെക്കൻഡ് ഫ്രം ദ റൈറ്റ് ഹാൻഡ്. സെക്കൻഡ് ഫ്രം ദ റൈറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ പി ക്യു ആർ ആണ്. അതിലെ തേർഡ് ലെറ്റർ ആർ ആണ്. അപ്പോൾ ഓൻ്റെയും ആറിൻ്റെ ഇടയിൽ എത്രയാണ്? പി ക്യു. ഓക്കെ, അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if in each of the given word, അതായത് എന്താണ് അർത്ഥം? each of the given word എന്ന് പറഞ്ഞാൽ ഓരോ വേർഡ്സിലും, മനസ്സിലാവുന്നുണ്ടോ? ഓരോ വേർഡ്സിലും the second alphabet is replaced by its following alphabet and third alphabet is replaced by its preceding alphabet as per the English alphabetical order, then how many word thus formed will be without any vowels. ഓക്കെ, അതായത് വവൽസ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. അപ്പോൾ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ ഇൻ ഈച്ച് ഓഫ് ദ ഗിവൺ വേർഡ്, ഓരോ വേർഡിലും ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ അവർ പറയുന്നുണ്ട്, റീപ്ലേസ് ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ? ഫോളോയിങ് ആൽഫബറ്റ് ആയിട്ടും പ്രിസീഡിങ് ആൽഫബറ്റ് ആയിട്ടും ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എത്ര വേർഡ്സിൽ കോൺസണൻസ് മാത്രമുള്ള എത്ര വേർഡ്സ് ഉണ്ട്? without any vowels. That is how many word thus formed will be without any vowels. vowels ഇല്ലാത്ത, അതായത് കോൺസണൻസ് മാത്രമായിട്ടുള്ള വേർഡ്സ് എത്ര ഉണ്ട് നോക്കിയാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടി സ്മാർട്ടായിട്ട് ചെയ്യാൻ നോക്കുക. എല്ലാം ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. ഒരു വവ്വൽ വന്നാൽ തന്നെ അത് ക്യാൻസൽ ചെയ്യുക. അത് വരില്ലല്ലോ ആൻസറിൽ. ബിക്കോസ് വവ്വൽ ഇല്ലാത്തത് എത്ര അല്ലേ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്? വവ്വൽ ഇല്ലാത്ത വേർഡ്സ് എത്രയെന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ലെറ്റർ തന്നെ അതിൽ വവ്വൽ വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ഈച്ച് ഓഫ് ദ ഗിവൺ വേർഡ് സെക്കൻഡ് ആൽഫബറ്റ്, അതായത് ഓരോ വേർഡ്സിലും ഈ സെക്കൻഡ് ആൽഫബറ്റ് ഉണ്ടല്ലോ. ഇതിലിപ്പോൾ ടാപ്പിൽ എ, നോട്ടിൽ ഒ, മാറ്റിൽ എ, പി ക്യു ആറിൽ ക്യൂ, എസ് ടി ബിയിൽ ടി. ഇതാണ് സെക്കൻഡ് ആൽഫബറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഇറ്റ്സ് ഫോളോയിങ് ആൽഫബറ്റ്. ഇറ്റ്സ് ഫോളോയിങ് ആൽഫബറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നെക്സ്റ്റ് ആൽഫബറ്റ്. അതായത് സെക്കൻഡ് ആൽഫബറ്റ്, ടാപ്പിലെ സെക്കൻഡ് ആൽഫബറ്റ് ഏതാണ്? എ ആണ്. അപ്പോൾ എയുടെ ഫോളോയിങ് ആൽഫബറ്റ് ഏതാണ്? ബി. ഓക്കെ, എയുടെ ഫോളോയിങ് ആൽഫബറ്റ് ഏതാണ്? ബി. ഓക്കെ, ദാറ്റ് ഈസ് റീപ്ലേസ് ചെയ്യാണ്. എക്ക് പകരം ഇപ്പം ഇവിടെ എന്താണ്? എക്ക് പകരം ഇവിടെ ബി ആണ്. ഓക്ക് പകരം പി ആണ്. എക്ക് പകരം വീണ്ടും ബി. ക്യൂവിന് പകരം ആർ. നെക്സ്റ്റ് ദാറ്റ് ഈസ് ഫോളോയിങ് ആൽഫബറ്റ്. ടിക്ക് പകരം യു. ഓക്കെ, ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ തേർഡ് ആൽഫബറ്റും പ്രൊസീഡിങ് ആൽഫബറ്റ്, അതിൻ്റെ മുന്നത്തെ ആൽഫബറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നോക്ക്, തേർഡ് ആൽഫബറ്റ് ഇതാണ്. ഇവിടെ എത്ര വരും? ഓ അല്ലേ? അതായത് പിയുടെ പ്രൊസീഡിങ് ആൽഫബറ്റ്. തേർഡ് ആൽഫബറ്റ് പി ആണ്. പിയുടെ പ്രൊസീഡിങ് ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ലെറ്റർ ഏതാണ്? പിയുടെ ഓ ആണ്. ടിയുടെ എസ് വരും. ഇവിടെ എന്ത് വരും? എസ് വരും. ഇവിടെ ക്യൂ. ഇവിടെ എന്ത് വരും? എ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വവൽസ് ഇല്ലാത്ത എത്ര വേർഡ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓ വവൽ ഉണ്ട്, അപ്പൊ ഇത് വരില്ല. ഇവിടെ എൻ പി എസ് ഇത് വരും. ഇവിടെ എം ബി എസ് ഇത് വരും. പി ആർ ക്യൂ ഇത് വരും. ഇവിടെ എ യു എന്താണ്? വവൽസ് ആണ്, അപ്പൊ ഇത് വരില്ല. അപ്പൊ എത്ര ആൻസർ വരിക? 3 ആണ് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആക്ച്വലി ഇങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ വവൽസ് ഒരു വവൽ വന്നാൽ തന്നെ അത് നിങ്ങൾ വേഗം എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. മനസ്സിലായി? എല്ലാം ഇങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾക്കറിയാം, ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ എയുടെ ബി വരും. ഓടെ എന്താ വരിക? നെക്സ്റ്റ് ഫോളോയിങ് ആൽഫബറ്റ് ഏതാണ്? പി ആണ്. പിന്നെ ഇവിടെയും ബി വരും. പിന്നെ ആറാണ്. ടി യു. കണ്ടോ? ഇപ്പം എസ്
SUB എന്ന് വന്നു. STBക്ക് പകരം ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്? SUB. ഇപ്പൊ തന്നെ എന്തുണ്ട്? യു എന്ന് പറഞ്ഞാൽ വവലാണ്. അപ്പൊ നിങ്ങൾ ഇനി ബിയുടെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ സെക്കൻഡ് ആൽഫബറ്റ് ടിയുടെ ഫോളോയിങ് ആൽഫബറ്റ് യു ആണ്. ഇനി ബിയുടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഓൾറെഡി അവിടെ ഒരു വവൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നും വവൽ വന്നിട്ടില്ല. ഇനി നോക്കുക, തേർഡ് ആൽഫബറ്റ് ഇസ് റീപ്ലേസ്ഡ് ബൈ ഇറ്റ്സ് പ്രിസീഡിങ് ആൽഫബറ്റ്. ഓ അല്ലെ, തേർഡ് ആൽഫബറ്റ് ഏതാണ്? പി ആണ്. പിയുടെ മുന്നത്തത് ഓ ആണ്. അപ്പൊ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വവൽ വന്നിട്ടുണ്ട്. ഇനി ഈ മൂന്നെണ്ണത്തിൽ അങ്ങനെ വരുന്നുണ്ടോ നോക്കുക. ഇതിവിടെ രണ്ടും എന്താണ്? ടി ആണ്, അതായത് എസ് ആണ് അല്ലെ. അപ്പൊ NPSഉം MBSഉം. അപ്പൊ 1 കിട്ടി, 2 കിട്ടി, 2 വേർഡ്സ് നമുക്ക് കിട്ടി. പിന്നെ ഇവിടെ R എന്ന് പറഞ്ഞാൽ Q ആണ് വരിക പ്രൊസീഡിങ്. അപ്പൊ എത്ര എണ്ണം കിട്ടി? 1 2 3. ഇങ്ങനെ കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? സ്പീഡിൽ ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് എല്ലാത്തിൻ്റെ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും വവൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ബിക്കോസ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി വേർഡ്സ് ദസ് ഫോംഡ് വിൽ ബി വിത്തൗട്ട് എനി വവൽസ് എന്നാണ്. വവൽസ് ഇല്ലാത്ത, അതായത് കോൺസണൻസ് മാത്രം വരുന്ന വേർഡ്സ് ഇല്ലേ, അതേതാണ്, എത്ര എണ്ണാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഇസ് 3. Okay, next question. If the positions of the first and third alphabet in each of the words given are interchanged, then how many meaningful words will be formed? അതായത് നമ്മുടെ ഫസ്റ്റ് ലെറ്ററിൻ്റെയും തേർഡ് ആൽഫബറ്റ് ഓരോ വേർഡ്സിൻ്റെ ഇൻ ഈച്ച് ഓഫ് ദ വേർഡ്സ്, ഓരോ വേർഡ്സ്, അതായത് ടാപ്പ്, നോട്ട്, മാറ്റ്, ഇങ്ങനെ ഓരോ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്ററും തേർഡ് ആൽഫബറ്റും ഇന്റർചേഞ്ച് ചെയ്യാണ്. ഓക്കെ, അതായത് ടിയുടെ സ്ഥാനത്ത് പിയും പിയുടെ സ്ഥാനത്ത് ടിയും, അതാണ് ഇന്റർചേഞ്ച്ഡ്. ഓക്കെ, എന്നിൻ്റെ സ്ഥാനത്ത് ടിയും ടിയുടെ സ്ഥാനത്ത് എന്നും. ഓക്കെ, ഹൗ മെനി മീനിങ് വേർഡ്സ് വിൽ ബി ഫോംഡ്? ഓക്കെ, അപ്പോൾ ഈ പൊസിഷൻസ് ഇവിടെ ഇത് രണ്ടും ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി. TAP ആണ്, അപ്പോൾ PAT. ഓക്കെ, അപ്പോൾ ഒരു വേർഡ് കിട്ടി. എന്താണ് ഫസ്റ്റ് വേർഡ്? PAT ഫസ്റ്റ് വേർഡ് കിട്ടി. സെക്കൻഡ് വൺ TON, എന്നിന് പകരം ടി കൊടുക്കണമല്ലോ. അപ്പോൾ ടിക്ക് പകരം N കൊടുക്കുക. ബിക്കോസ് ഫസ്റ്റ് ആൻഡ് തേർഡ് ആൽഫബറ്റ് ഇൻ ഈച്ച് ഓഫ് ദ വേർഡ്സ് ആർ ഇന്റർചേഞ്ച്ഡ്. സോ നെക്സ്റ്റ് വേർഡ് കിട്ടി TON. ഓക്കെ, നെക്സ്റ്റ് വൺ TAM എന്ന് വരും. TAM എന്ന് വരും. പിന്നെ നെക്സ്റ്റ് വേർഡ് RQP എന്ന് വരും. പിന്നെ നെക്സ്റ്റ് വേർഡ് എന്താ വരിക? BTS. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മീനിങ് വേർഡ്സ്? നിങ്ങളുടെ വൊക്കാബുലറി നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് അത്ര വലിയ ഡിഫിക്കൽട്ട് വേർഡ്സും അല്ല. നമ്മൾ വളരെ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ള വേർഡാണ് പാറ്റ്. എന്താണ് പാറ്റ്? പാറ്റ് ഇസ് എ മീനിങ് വേർഡ്. അപ്പോൾ ഒരു വേർഡ് കിട്ടി. പിന്നെന്താണ്? TON, ടൺ. ടൺ ഇസ് എ മീനിങ് വേർഡ്. അപ്പോൾ നമുക്ക് എത്ര വേർഡ്സ് കിട്ടി? 1 2. ഇനി എന്താ? TAM, RQP, BTS, ഇതൊന്നും എന്തല്ല? മീനിങ് വേർഡ് അല്ല. സോ വാട്ട് ഇസ് പാറ്റ്? പാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് നമ്മൾ ഈ കൈ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുമ്മാ ടാപ്പ് ചെയ്യില്ലേ, അതാണ് പാറ്റ്. നമ്മൾ ഇപ്പം ഷോൾഡേഴ്സിലൊക്കെ നമ്മൾ എന്താണ് ഒരാളെ അപ്രിസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് ചെയ്തു പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഷോൾഡേഴ്സിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുക, അതാണ് പാറ്റ്. നമ്മൾ നഴ്സറിയിൽ ഒരു റൈംസ് പഠിച്ചിട്ടില്ലേ? പാറ്റ് എ കേക്ക്, പാറ്റ് എ കേക്ക് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ടാപ്പ് ചെയ്യുക, അതിനെയാണ് പാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഈ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ചെയ്യുന്നതിനാണ് പാറ്റ് എന്ന് പറയുന്നത്. ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് വെയിറ്റ് ആണ്. വെയിറ്റിന്റെ ഒരു മെഷർമെന്റ് യൂണിറ്റ് ആണ് ടൺ. സോ രണ്ട് മീനിങ് വേർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്, പാറ്റും ടണ്ണും. സോ ഹൗ മെനി വേർഡ്സ് വി ഗോട്ട്? 2. So next we can move on to the next question. If in each of the given words, ഓരോ വേർഡ്സിലും every consonant is changed to its previous letter and every vowel is changed to its next letter according to the English alphabetical series, then in how many words thus formed at least one vowel will appear? അതായത് എത്ര വേർഡ്സിൽ ഒരു വവലെങ്കിലും അപ്പിയർ ചെയ്യുന്നുണ്ട്, ഒരു വവലെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നത് പോലെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇവർ പറയുന്നത് പോലെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ഒരു വവലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് കൗണ്ട് ചെയ്യാം.
മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എവരി കോൺസണന്റ് ഇസ് ചേഞ്ച് ടു ഇസ് പ്രീവിയസ് ലെറ്റർ. അപ്പോൾ ടി കോൺസണന്റ് ആണ്, പി കോൺസണന്റ് ആണ്, എൻ കോൺസണന്റ് ആണ്, ടി കോൺസണന്റ് ആണ്, എം കോൺസണന്റ്. ഇപ്പം ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് ടൈം കളയേണ്ട കാര്യമില്ല. ഇതേ സ്മാർട്ട് അപ്രോച്ച് എന്ന് പറയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ഇങ്ങനെ ഇവർ പറയുന്നത് പോലെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു വവ്വൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് കൗണ്ട് ചെയ്യാൻ തുടങ്ങാം. ബിക്കോസ് ഇൻ ഹൗ മെനി വേർഡ്സ് അറ്റ്ലീസ്റ്റ് വൺ വവൽ. ഓക്കെ, എത്ര വേർഡ്സിൽ ഒരു വവലെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്ര വേർഡ്സ് എന്നാണ്. അപ്പോൾ ഒരു വവൽ കണ്ടാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ വേർഡിനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങിക്കോളൂ. കാരണം ഇനി 2 വവലുണ്ടോ 3 വവലുണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അറ്റ്ലീസ്റ്റ് 1 വവലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമുക്ക് നോക്കാം. ഇതെന്താണ്? കോൺസണന്റ് ആണ്. ഈ കോൺസണന്റ് എങ്ങനെയാണ്? എവരി കോൺസണന്റ് ഇസ് ചേഞ്ച് ടു ഇറ്റ്സ് പ്രീവിയസ് ലെറ്റർ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കോൺസണന്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേഗം നോക്കാം. ജസ്റ്റ് ഒരു വവലെങ്കിൽ ഏതിലെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു കോൺസണന്റ് ആണ്. ടിക്ക് പ്രീവിയസ് ലെറ്റർ ആണ് അല്ലേ? ഓക്കെ, എവരി കോൺസണന്റ് ഇസ് ചേഞ്ച്ഡ്. ഓക്കെ, അപ്പം ആർ എസ് ആണ് വരിക അല്ലേ? അപ്പോൾ ഇത് വരില്ല. പിന്നെ ഓ, പി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസണന്റ് ആണ്. അപ്പോൾ പിയുടെ പ്രീവിയസ് ലെറ്റർ എന്താണ്? ഓ ആണ് അല്ലേ? അപ്പോൾ ഓ തന്നെ എന്താണ്? ഒരു വവൽ ആണ്. അപ്പോൾ ഒരു വവൽ അടങ്ങിയിട്ടുണ്ട് ആ വേർഡിൽ. നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പം ഇപ്പം എ എന്ന് പറയുന്നത് വവലാണ്. അപ്പോൾ എക്ക് വവൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? എവരി വവൽ ഇസ് ചേഞ്ച് ടു ഇറ്റ്സ് നെക്സ്റ്റ് ലെറ്റർ ആണ്. ഇവിടെ എന്ത് വരും? ബി വരും. അതേപോലെ ഇവിടെ എന്ത് വരും? ഇത് കോൺസണന്റ് ആണ്. ടി പ്രീവിയസ് ലെറ്റർ ആയിട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്. എസ് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ SBO എന്നാണ് വരിക. TAPനെ അറേഞ്ച് ചെയ്യുമ്പോൾ SBO എന്നാണ് വരിക. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അത്ര ടൈം ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു വവൽ പ്രസന്റ് ആവുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, കാരണം ബിക്കോസ് അറ്റ്ലീസ്റ്റ് 1 വവൽ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര വേർഡ്സ് എന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു വവൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പിക്ക് ശേഷം പിയുടെ പ്രീവിയസ് ലെറ്റർ O ആണ്. അപ്പോൾ ഇവിടെ ഒരു വവൽ, O ഇസ് എ വവൽ അല്ലേ? ഏതൊക്കെയാണ് വവൽസ്? AEIOU. നെക്സ്റ്റ് വണ് N എന്ന് പറയുന്നത് കോൺസണന്റ് ആണ് അല്ലേ? അപ്പം M ആയിരിക്കും വരിക. പിന്നെന്താണ്? TU എന്ന് വരില്ല. ഇനി ടിയും കോൺസണന്റ് അല്ല, അതിന്റെ പ്രീവിയസ് ലെറ്റർ എന്താ വരിക? S ആണ് അല്ലേ? അപ്പോൾ വവൽ ഉണ്ടോ നമുക്കറിയില്ല. വവലില്ല. ഓക്കെ, ഇനി നമ്മൾക്ക് നോക്കേണ്ടത് O ആണ്. O എന്ന് പറയുന്നത് വവലാണ്. എവരി വവൽ ഇസ് ചേഞ്ച് ടു ഇറ്റ്സ് നെക്സ്റ്റ് ലെറ്റർ. O കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? P ആണ്. അപ്പോൾ ഇത് വരില്ല. ഇതിൽ മൊത്തം കോൺസണൻസ് മാത്രമേ വരുന്നത്. എന്നും ടിയും എന്താണ്? കോൺസണൻസ് ആണ്. അപ്പോൾ എന്നും ടിയുടെയും പ്രീവിയസ് ലെറ്റർ വെച്ച് നോക്കുമ്പോൾ വീണ്ടും ഒരു കോൺസണൻ്റാണ് കിട്ടുന്നത്. എന്നിൻ്റെ പ്രീവിയസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ M ആണ്. ടിയുടെ പ്രീവിയസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ S ആണ്. ഓക്കെ, പിന്നെ O എന്ന് പറയുന്നത് വവലാണ്. വവലിൻ്റെ നെക്സ്റ്റ് ലെറ്റർ എന്താണ്? P ആണ്. അപ്പോൾ അവിടെ എന്ത് വരുന്നില്ല? വവൽ വരുന്നില്ല. ഇനി ദിസ് ഇസ് എ വവൽ. ഇവിടെ ഇത് രണ്ടും വരില്ല. പിന്നെ ഇവിടെ എന്താ വരിക? ഇവിടെയും വരില്ല. ബിക്കോസ് M എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്. LM അല്ലേ ഇതിന്റെ പ്രീവിയസ് ലെറ്റർ? പിന്നെ എയുടെ നെക്സ്റ്റ് ലെറ്റർ B ആണ്. ടിയുടെയും പിന്നെ എന്താണ്? S. ഇത് വരില്ല. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും എന്താണ്? കോൺസണൻസ് ആണ്. പിയുടെ പ്രീവിയസ് ലെറ്റർ എന്താണ്? O ആണ്. അപ്പോൾ ഇവിടെ ഒരു വവൽ നമുക്ക് കിട്ടി. അപ്പോൾ 2 എണ്ണം കിട്ടി. ഇനി STBയുടെ 6 വരും. പിന്നെ ഇവിടെ എന്താ വരിക? S. പിന്നെ എന്താണ്? ബിയുടെ പ്രീവിയസ് ലെറ്റർ എന്താണ്? A ആണ്. അപ്പോൾ ഇവിടെയും വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ മാത്രം ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ 2 എണ്ണത്തിലും കിട്ടുന്നില്ല. അങ്ങനത്തെ കേസസിൽ പെട്ടെന്ന് നമുക്ക് വവൽ 2 ലെറ്റേഴ്സിലും കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തും കൂടി ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ 2 കേസിൽ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്താണ്? ഒരു വവൽസും പ്രസന്റ് ആയില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ 3 എണ്ണം പെട്ടെന്ന് ഒരു ലെറ്റർ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വവൽ. കാരണം B എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്. സോ എവരി കോൺസണന്റ് ഈസ് ചേഞ്ച് ടു ഇറ്റ്സ് പ്രീവിയസ് ലെറ്റർ. ബിയുടെ പ്രീവിയസ് ലെറ്റർ എന്താണ്? A ആണ്. ആൻഡ് A ഈസ് എ വവൽ അല്ലേ? A. അതേപോലെ O ആർ വവൽസ്. സോ അറ്റ്ലീസ്റ്റ് 1 വവൽ അപ്പിയർ ചെയ്യുന്നത് എത്രയാണ്? 1 2 3. സോ 3 ഈസ് ദ ആൻസർ. സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ഇത് ആൽഫബറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതേപോലെ തന്നെ നമ്പർ സീക്വൻസ് ഉണ്ട്. അതായത് ഇപ്പം ആൽഫബറ്റ്സ് അല്ലേ വന്നിരിക്കുന്നത് ഓരോരോ വേർഡ്സ് ആയിട്ട്. അതേപോലെ ഓരോരോ ഇങ്ങനെ 3 ഡിജിറ്റ് 4 ഡിജിറ്റ്സ് ആയിട്ട് ഇങ്ങനെ നമ്പേഴ്സ് വരുന്ന സീക്വൻസ് ഉണ്ട്. അത് നമുക്ക് നാളെ എടുക്കാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്. നാളെ നമുക്ക് എല്ലാവർക്കും കാണാം. സോ ബൈ ഫ്രം ദീപ്തി.